പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി സന്തോഷ് കടന്നു വരികയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പോലെ കല്യാണം എന്ന ആ ഒരു നാടകം കാണിച്ച് ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയ വേദയെ സ്വന്തമാക്കാൻ അവർ തമ്മിൽ നേരത്തെ പരിചയമില്ല എന്ന സത്യം സന്തോഷ് അറിയുന്നില്ല. അവരുടെ ജീവിതം തകർത്ത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിമിഷങ്ങളും കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞുവെന്ന് വിക്രത്തിൻ്റെയും വേദയുടെയും മുഖം സന്തോഷിൻ്റെ മനസ്സിൽ മായാതെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ യാദൃശ്ചികമായി രാജാക്കാട്ടിൽ വെച്ച് സന്തോഷ് വിക്രമിനെയും വേദയെയും കണ്ടുമുട്ടി. അവർ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്ന് സന്തോഷ് അറിയുന്നുണ്ട്. സന്തോഷിനെ കണ്ട് നടക്കാൻ പോലും ശേഷിയില്ലാതെ ഇരുന്ന അയാളെ കണ്ട് അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് വിക്രം. തൻ്റെ ഉള്ളിൽ എരിയുന്ന വിക്രമിനോടുള്ള ദേഷ്യം വേദ തിരിച്ചറിയുന്നുണ്ട്. എല്ലാം അറിഞ്ഞ വേദ വിക്രമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം അറിഞ്ഞതിന് ശേഷം തൻ്റെ പാപങ്ങൾ ഏറ്റുപറയാനായി സന്തോഷിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വിക്രം. വിക്രമിനെയും വേദയെയും ആട്ടി അകറ്റുക എന്നതായിരുന്നു സന്തോഷിൻ്റെ മനസ്സിൽ. ഉള്ളിൽ പതിഞ്ഞുപോയ ആ ഒരു സത്യം തെറ്റാണെന്ന് അംഗീകരിക്കാൻ സന്തോഷ് ആഗ്രഹിച്ചിരുന്നില്ല. ആ സമയം വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ സംഭവിച്ചതൊന്നും തന്നെ തുറന്നു പറയാൻ കഴിയാതെ അവർ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഗീവർഗീസേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. അനിയൻകുട്ടനെ കാണാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് വേദയും വിക്രമും ഞെട്ടിപ്പോവാണ്. നീ അനിയൻകുട്ടനെ ഇവിടെ ആക്കിയിട്ടല്ലേ ഞാനും വേദയും പോയത്? അവൻ എന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? അവൻ്റെ സ്വഭാവം ഗീവർഗീസേട്ടന് അറിയാവുന്നതല്ലേ എന്ന് വിക്രം ചോദിച്ചു. അവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പെട്ടെന്നാണ് കാണാതായത്. നമുക്ക് അന്വേഷിക്കാം. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, ഒന്ന് കണ്ണു തെറ്റിയപ്പോൾ അവൻ എങ്ങോട്ടേക്ക് പോയതാണ്. നീ പേടിക്കണ്ട, എവിടെയുണ്ടെങ്കിലും നമുക്ക് അനിയൻകുട്ടനെ കണ്ടുപിടിക്കാമെന്ന് ഗീവർഗീസേട്ടൻ പറഞ്ഞു. അങ്ങനെ വിക്രമും വേദയും ഗീവർഗീസേട്ടനും കൂടി പള്ളിമേടയിൽ പോയിട്ട് അച്ഛനോട് അനിയൻകുട്ടനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അനിയൻകുട്ടൻ പള്ളിമേടയിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് താൻ പ്രാർത്ഥനയ്ക്ക് അകത്തേക്ക് പോയത് എന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോവാൻ ആർക്കും അധികാരമില്ല. അനിയൻകുട്ടൻ ഇവിടെ തന്നെ കാണും, നമുക്ക് അന്വേഷിക്കാം. ടെൻഷൻ ആവണ്ട എന്ന് അച്ഛൻ അവരെ ആശ്വസിപ്പിച്ചു. അനിയൻകുട്ട എന്ന് വിളിച്ച് അവർ അവിടെയെല്ലാം തന്നെ തിരയുന്നുണ്ട്. അനിയൻകുട്ടനെ കാണാതായപ്പോൾ വിക്രമും വേദയും ഒത്തിരിയധികം വിഷമിച്ചു. ആകെയുള്ള കച്ചിത്തുരുമ്പായിരുന്നു അനിയൻകുട്ടൻ. എല്ലാ സത്യങ്ങളും ആ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അവർ. പെട്ടെന്ന് അവനെ നഷ്ടമായി എന്ന് കേട്ടപ്പോൾ അവർക്കത് താങ്ങാനായില്ല. രാത്രിയായിട്ടും കാണാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് മൈക്കിൾ അച്ഛൻ പറഞ്ഞു. അപ്പോൾ വിക്രം വേദയോട് ചോദിച്ചു, അനിയൻകുട്ടൻ ബോധമില്ലാതെ എങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോയതാണോ, അതോ നിന്റെ ഏട്ടൻ ശ്രീകാന്തോ മറ്റാരെങ്കിലുമോ അവനെ അപായപ്പെടുത്തിയതാണോ എന്ന്. ശ്രീയേട്ടൻ നമ്മളിവിടെയുണ്ടെന്ന് അറിയില്ല വിക്രം. എങ്കിൽ സജിൻ ഒരു സൂചനയെങ്കിലും തരുമായിരുന്നില്ലേ? ഇത് അനിയൻകുട്ടൻ അന്ന് രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതുപോലെ തന്നെയായിരിക്കും. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, നമുക്ക് അന്വേഷിക്കാം. കണ്ടില്ലെങ്കിൽ പരാതി നൽകാമെന്ന് വേദ പറഞ്ഞു. ഗീവർഗീസേട്ടൻ പറയുന്നത് ഇനി നോക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു പയ്യൻ കമ്പനി മുതലാളിയുടെ ബംഗ്ലാവിലേക്ക് പോകുന്നത് കണ്ടെന്ന് ആരോ പറഞ്ഞു. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയാലോ? മൈക്കിളച്ചൻ സമ്മതിച്ചു. നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രമും വേദയും ഗീവർഗീസേട്ടനും ബംഗ്ലാവിലേക്ക് പോയി. അവിടെ അനിയൻകുട്ടനെ കാണുന്നില്ല. അപ്പോഴാണ് സന്തോഷ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. വിക്രമിനെയും വേദയെയും കണ്ടപ്പോൾ സന്തോഷിന് അസ്വസ്ഥത തോന്നി. വിക്രം പറഞ്ഞു, ഞങ്ങളുടെ കൂടെ അനിയൻകുട്ടനുണ്ടായിരുന്നു, അവനെ കാണാനില്ല. ഇങ്ങോട്ടേക്ക് വന്നതായി ചിലർ പറഞ്ഞു. നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ ആരെയും കണ്ടില്ല, എനിക്കാരെയും അറിയുകയുമില്ല. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് സജിൻ പറഞ്ഞു. വിഷമത്തോടു കൂടെ തന്നെ അവർ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് വിക്രമിനോട് ചോദിച്ചു, നിങ്ങളല്ലേ നാട് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ പേരിൽ ഒരു കേസുണ്ടല്ലോ. യജമാനൻ്റെ മകനെ കൊന്ന് നാട് വിട്ടവനാണല്ലോ നീ. നിന്നെക്കുറിച്ച് അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. അല്ല സാറേ, ഞാനല്ല കൊന്നത്. അതിനുള്ള ഉത്തരം തരേണ്ടത് അനിയൻകുട്ടനാണ്. പുളിക്കനെ കുത്തിക്കൊല്ലുന്നത് നേരിട്ട് കണ്ടത് അനിയൻകുട്ടനാണ്. ആ ഷോക്കിലാണ് അവൻ ബോധമില്ലാതായത്. അവനെ കണ്ടുപിടിച്ചാലേ സത്യം തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് വിക്രം പറഞ്ഞു. മൈക്കിളച്ചൻ വിളിച്ചു പറഞ്ഞിരുന്നു, എന്തായാലും ഞാൻ അന്വേഷിക്കാം. ബോധമില്ലാത്ത പയ്യനല്ലേ, എങ്ങോട്ടേക്ക് പോയെന്ന് ആർക്കറിയാം? ഇവിടെ താഴ്ചയുള്ള ഒത്തിരിയധികം സ്ഥലങ്ങളുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. വിക്രം അത് കേട്ട് വല്ലാതെ വിഷമിച്ചു. വീട്ടിലേക്ക് വന്നിറങ്ങാനാവാതെ അവർ അനിയൻകുട്ടനെ ചിന്തിച്ച് നിന്നു. ആ സമയം മൈക്കിളച്ചൻ സന്തോഷിനെ കാണാൻ ചെന്നു. അവൻ പറഞ്ഞു, എന്നെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് അച്ഛനാണെന്ന് നീ പറയാറില്ലേ? ബോധമില്ലാതെ കൈകാലുകൾ തല്ലിയൊടിച്ച നിലയിലാണ് നിന്നെ കിട്ടിയത്. അച്ഛൻ പറഞ്ഞത് സത്യമാണ്. മൈക്കിളച്ചൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സന്തോഷ് ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു. എനിക്ക് ജോലിയും ഈ നിലയുമൊക്കെ തന്നത് അച്ഛനാണ്. ആ നന്ദി ഞാൻ മറക്കില്ല എന്ന് സന്തോഷ് പറയും. ആ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് അച്ഛൻ പറയാണ്. എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞോളൂ എന്ന് സന്തോഷ് മറുപടി നൽകി. ഞാൻ വിക്രമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ സന്തോഷാകെ അസ്വസ്ഥനായി. വേണ്ട അച്ഛ, അവൻ്റെ കാര്യം എനിക്ക് കേൾക്കേണ്ട. അവൻ ചെയ്തതൊന്നും അച്ഛൻ അറിയത്തില്ല. ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം തന്നെ അവനാണ്.
സ്നേഹിച്ച പെണ്ണിനെ ക്ഷേത്രനടയിൽ വെച്ച് താലികെട്ടി സന്തോഷമായി ജീവിക്കണമെന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നശിപ്പിച്ചത് അവനാണ്. സന്തോഷ് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നീ ആദ്യം പറയുന്നത് കേൾക്ക്. കുമ്പസാരക്കൂട്ടിൽ സത്യങ്ങൾ ഏറ്റുപറഞ്ഞവനാണ് അവന്. അവൻ കള്ളം പറയില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരാളെ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിക്രം നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിന്റെ കയ്യിലിരുന്ന് താലി വാങ്ങിച്ച് വേദിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു എന്നതല്ലാതെ നീ കരുതുന്നതുപോലെ അവർ അങ്ങനെ നാടകം കളിക്കുകയായിരുന്നില്ല. നിന്റെ കയ്യിലുണ്ടായിരുന്ന താലി വേദിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു എന്നതല്ലാതെ നീ കരുതുന്ന പോലെ തന്നെ അവർ അങ്ങനെ നാടകം കളിക്കുകയായിരുന്നില്ല. അവർ തമ്മിൽ ആദ്യം കാണുന്നത് തന്നെ ആ ക്ഷേത്രനടയിൽ വെച്ചാണ്. അന്ന് നടന്നത് സത്യമായിരുന്നു. മറ്റുള്ളവർ അത് വളച്ചൊടിച്ചതാണ്. വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് താമസിക്കേണ്ടി വന്നു. പിന്നീട് അവർ അങ്ങനെ ഇഷ്ടത്തിലായി. അപ്പോഴാണ് കൊലപാതക കേസിൽ വിക്രം കുടുങ്ങിയത്. അങ്ങനെ അവർ ഇവിടെ എത്തി. വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ഏക സാക്ഷി ആ അനിയൻകുട്ടനാണ്. യഥാർത്ഥ കുറ്റവാളിയെ അവൻ കണ്ടിട്ടുണ്ട്. അവനെ ഇപ്പോൾ കാണാനില്ല. ഇങ്ങോട്ടേക്ക് വന്നതായി പലരും പറഞ്ഞു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്ന് മൈക്കിൾ അച്ഛൻ പറഞ്ഞു. ഇതൊക്കെ കേട്ട് സന്തോഷ് ആകെ ഞെട്ടിപ്പോയി. വിക്രമിനെ കുറിച്ച് ചിന്തിച്ചതെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് അതോടുകൂടി തന്നെ അയാൾക്ക് മനസ്സിലായി. മൈക്കിൾ അച്ഛൻ തുടർന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നവരാണവർ. അനിയൻകുട്ടനെ നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ അവരാകെ തളർന്നു. വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ പുറകെയുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായി അച്ഛാ. ഞാൻ അവരെ തെറ്റിദ്ധരിച്ചു. അവരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. അനിയൻകുട്ടൻ ഇവിടെയുണ്ടച്ചാ, എൻ്റെ കൂടെ തന്നെയുണ്ട്. വിക്രമിനോടുള്ള ദേഷ്യം കാരണം ഞാൻ ഈ കാര്യം അവരോട് പുറത്തു പറയാതിരുന്നതാണ്. അവൻ ആ മുറിയിലുണ്ട്. അച്ഛൻ കൊണ്ടുപോയിക്കോളൂ എന്ന് സന്തോഷ് പറഞ്ഞു. ദൈവമാണ് അവനെ ഇവിടെ എത്തിച്ചത്. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറാനുള്ള ഒരു നിമിത്തമായിരിക്കാം ഇത്. എന്തായാലും അവനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. നീ തന്നെ വിക്രമിനെ ഇവനെ ഏൽപ്പിക്കണം. അവനെ സഹായിക്കണമെന്ന് പറയും. ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക അച്ഛാ? എനിക്ക് നേരെ നടക്കാൻ പോലും ആവില്ലല്ലോ എന്ന് സന്തോഷ് സങ്കടപ്പെട്ട് പറഞ്ഞു. അച്ഛൻ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നുപോയി. രാത്രി വിക്രമും വേദയും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ടു. സന്തോഷ് കാറിൽ നിന്നും ഇറങ്ങി അനിയൻകുട്ടനെ അവർക്ക് കൈമാറി. വിക്രം അനിയൻകുട്ടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. സന്തോഷ് പറയുന്നുണ്ട്, ഞാൻ കള്ളം പറഞ്ഞതാണ്. എനിക്ക് നിന്നോട് അത്രമാത്രം ദേഷ്യമായിരുന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചത് നീയാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ നിന്റെ ജീവിതം നശിപ്പിച്ചതൊന്നുമല്ല സന്തോഷ്. ആ കുട്ടിയുടെ ജീവിതം രക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് വന്നത്. നീ ഒരു മദ്യപാനിയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനുമാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. വേദിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് ഞങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് ഞാൻ ഒരിക്കലും തന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് വിക്രം പറഞ്ഞു. സന്തോഷിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. മൈക്കിളച്ചൻ എല്ലാം പറഞ്ഞു തന്നുവെന്ന് അവൻ പറഞ്ഞു. സന്തോഷിൻ്റെ തെറ്റിദ്ധാരണ മാറിയതിൽ വിക്രമിനും ഒരുപാട് സന്തോഷമായിരുന്നു. സന്തോഷ് തൻ്റെ കഥ പറഞ്ഞു. ക്ഷേത്രനടയിൽ നിന്ന് ഗുണ്ടകൾ തന്നെ തട്ടിക്കൊണ്ടുപോയി തല്ലിച്ചതച്ചു എന്നും മൈക്കിളച്ചൻ രക്ഷിച്ചതൊക്കെ അയാൾ വിവരിച്ചു കൊടുത്തു. വിക്രം പറയുന്നുണ്ട്, ആ കുട്ടി ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എങ്കിൽ അവളെ ഞാൻ നിനക്ക് നേടിത്തരുമെന്ന്. ഇത് വിക്രം തരുന്ന വാക്കാണ്. വേദയും അത് ശരിവെച്ചു. സന്തോഷിന് അത് കേട്ടപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പിറ്റേന്ന് കമ്പനിയിൽ പോയ സന്തോഷ് തോട്ടത്തിലെ മാനേജറായ ജോബി തൊഴിലാളികളെ പറ്റിക്കുന്നതെല്ലാം തന്നെ കണ്ടുപിടിച്ചു. ജോബിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇതിന് കാരണക്കാരനായ വിക്രത്തിനോടും വേദയോടും പ്രതികാരം തീർക്കാൻ വേണ്ടി ജോബി അവരുടെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് വിക്രമിൻ്റെ ശത്രുവായ MLA വാസവനെ വിക്രം ഇടുക്കിയിലുണ്ട് എന്ന് ജോബി പറഞ്ഞു. പക്ഷേ വാസവൻ പറഞ്ഞത് വിക്രം നിരപരാധിയാണെന്നാണ്. ജോബി അത് കേട്ടപ്പോൾ ആകെ പേടിച്ചുപോയി. വാസവൻ ഈ വിവരം നേരെ ശ്രീനിവാസനെ അറിയിച്ചു. ശ്രീനിവാസനും ശ്രീകാന്തും കൂടി കൊടുത്തിട്ട് ജോബിയെ പൊക്കി നേരെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തി. വിക്രം എവിടെയുണ്ട് എന്ന് ജോബി അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ എല്ലാവരും കൂടി ഇടുക്കിയിലേക്ക് തിരിച്ചു. വിക്രമും വേദയും ഇതറിഞ്ഞു കൊടുത്തിട്ട് അവരെ നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ശ്രീകാന്തും സംഘവും നേരെ ബംഗ്ലാവിലേക്കെത്തി. വിക്രമും സംഘവും അവരെ വളഞ്ഞു. അനിയൻകുട്ടൻ ശ്രീകാന്തിനെ കണ്ടതോടുകൂടി തന്നെ ആ പഴയ കൊലപാതകം ഓർത്തെടുത്തു. ഇവനാണ് കൊന്നത് എന്ന് അനിയൻകുട്ടൻ ഉറക്കിയങ്ങ് വിളിച്ചു പറഞ്ഞു. വിക്രം ശ്രീകാന്തിൻ്റെ കഴുത്തിനങ്ങ് പിടിച്ചു. പോലീസ് എത്തി ശ്രീകാന്തിനെയും സംഘത്തെയും അവിടെ തന്നെ വെച്ച് അറസ്റ്റ് ചെയ്തു. എല്ലാ സത്യങ്ങളും തെളിഞ്ഞു. അനിയൻകുട്ടൻ ഓർമ്മ തിരിച്ചു കിട്ടി. എല്ലാവരും സന്തോഷമായിക്കൊണ്ട് തന്നെ അങ്ങനെ ആ നാട്ടിലേക്ക് തിരിച്ചു. ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഗോഡൌണിൻ്റെ ഉമ്മറത്ത് അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ചുകൊണ്ടതിൻ്റെ വിക്രം നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം അനുഭവിച്ച പേടി കണ്ണ് നനയിച്ചുവെങ്കിലും സത്യം തെളിഞ്ഞതിൻ്റെ ആ ഒരു ആശ്വാസം ആ ഒരു മുഖത്തുണ്ടായിരുന്നു. വിക്രം പതുക്കെ സന്തോഷിൻ്റെ അരികിലേക്ക് ചെന്നു. അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സന്തോഷ്, നിന്റെ ജീവിതം തകർക്കുന്നത് ഞാനാണെന്നുള്ള ആ ഒരു ശാപവാക്കിനി വേണ്ട. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു തരും. സന്തോഷം നിറഞ്ഞ കണ്ണുകളോടുകൂടി തന്നെ വിക്രമിൻ്റെ കൈകൾ കൂട്ടി ചേർത്ത് പിടിച്ചു.
പിറ്റേന്ന് തന്നെ മൈക്കിൾ അച്ഛൻ്റെയും സജിൻ്റെയും സഹായത്തോടു കൂടി തന്നെ അവർ നാട്ടിലേക്ക് തിരിക്കാൻ വണ്ടി കയറി. നാട്ടിലേക്ക് എത്തിയ വിക്രമിനെയും വേദയും സ്വീകരിക്കാൻ വാസവനും ശ്രീനിവാസനും റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. വാസവൻ വിക്രമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ചു. എൻ്റെ മകനെ കൊന്നത് നീയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ കൊന്ന ആളെ കണ്ടുപിടിച്ചതോടുകൂടെ തന്നെ എനിക്ക് നിന്നോട് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല വിക്രം, അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സ് അപ്പോഴും സന്തോഷം നൽകിയ ആ ഒരു വാക്കിലായിരുന്നു. വിക്രം നേരെ പോയത് ആ പഴയ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ്. വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ തന്നെ വിക്രം അവളോട് സംസാരിച്ചു. സന്തോഷ് ഇന്നും അവൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്നും ആ പഴയ മദ്യപാനിയല്ലെന്നും അവൻ ബോധ്യപ്പെടുത്തി. വേദയും അവൾക്ക് ധൈര്യം കൊടുത്തു. ഒടുവിൽ വിക്രമിൻ്റെ വാക്കിനു മുന്നിൽ എല്ലാവരും സമ്മതം മൂളി. ആ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് തന്നെ വിക്രം വീണ്ടും രാജാക്കാട്ടിലേക്ക് വണ്ടി കയറി. അവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സന്തോഷിൻ്റെ മുന്നിലേക്ക് വിക്രം അവളെ എത്തിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവർ ഒന്നായ ആ ഒരു നിമിഷം കണ്ടു നിന്നവരുടെ പോലും കണ്ണു നിറയിച്ചു. സന്തോഷിനും ആ പെൺകുട്ടിക്കും പുതിയൊരു ജീവിതം നൽകി. അനിയൻകുട്ടൻ്റെ ഓർമ്മകൾ വീണ്ടെടുത്തുകൊണ്ട് തന്നെ വിക്രം തൻ്റെയും വേദയുടെയും വീട്ടിലേക്ക് തന്നെ മടങ്ങി. പിന്നീട് അങ്ങനെ അവരുടെ ജീവിതം വളരെയധികം സന്തോഷമുള്ളതായി മാറി. അന്ന് ആ ക്ഷേത്രനടയിൽ വെച്ച് അവിചാരിതമായി തുടങ്ങിയ ആ ഒരു താലികെട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേദ വിക്രമിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. അകലെ ആകാശങ്ങളിങ്ങനെ തെളിഞ്ഞു വരുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ അവർ പുതിയൊരു നാളെയും സ്വപ്നം കണ്ടു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.